നമസ്കാരം. വയനാടിന്റെ മുൻ എംപിയും ഒരു വേള ഭാരതത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് ചിലരെങ്കിലും സ്വപ്നം കണ്ടിരുന്ന നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധിയെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനെത്തിയ നമ്മുടെ പ്രിയ രാഹുൽജി വാചാലനായി സംസാരിച്ചതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിശകലനം. ആ വാക്കുകൾ എത്രത്തോളം ആത്മാർത്ഥമായിരുന്നു നമുക്കൊന്ന് പരിശോധിച്ചാലോ. രാഹുൽ ഗാന്ധിക്ക് ഉമ്മൻചാണ്ടി ഒരു ഗുരുവായിരുന്നു അത്രേ. താൻ കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹി എന്നും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്വയം ഇല്ലാതാവുന്നത് 21 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ കണ്ടുവെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. എന്തിനധികം പറയുന്നു, ഭാരത് ജോഡോ യാത്രയിൽ ഡോക്ടർമാർ വിലക്കിയിട്ട് പോലും ഉമ്മൻചാണ്ടി പങ്കെടുത്തുവെന്നും അദ്ദേഹത്തെ നിർബന്ധിച്ച് കാറിൽ കയറ്റേണ്ടി വന്നുവെന്നും രാഹുൽജി കണ്ണു നിറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയത്തിൽ നന്നായി സംസാരിച്ചാൽ മാത്രം പോരാ, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള വികാരം വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതാരാണ് പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചമൊക്കെ കൊള്ളുന്നില്ലേ? അനുസ്മരണത്തിലെ ഇരട്ടത്താപ്പ് എന്ന് വേണം നമുക്കിതിനെ സിമ്പിളായി പറയുകയാണെങ്കിൽ. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടിയോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയും ആദരവും എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ അനുസ്മരണ പ്രസംഗം വെറും ഒരു പ്രഹസന നാടകം മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വയനാട് മണ്ഡലത്തിന്റെ മുൻ MP ആയിരുന്ന രാഹുൽജിക്ക് ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്രം മണ്ഡലം സന്ദർശിക്കുന്ന ഒരു പ്രത്യേകതരം ആത്മീയ ബന്ധമുണ്ട്. ദുരന്തമുഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാതെ ആകാശ സഞ്ചാരം നടത്തുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം അർപ്പിച്ച ഒരാളെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ടാകും. ഉമ്മൻചാണ്ടിക്ക് നേരെ നടന്ന ക്രിമിനൽ ആക്രമണങ്ങളെ കുറിച്ചും അദ്ദേഹത്തിനെതിരെ നിരന്തരം നുണപ്രചാരണങ്ങൾ നടന്നതിനെ കുറിച്ചും രാഹുൽ ഗാന്ധി വാചാലനായി. ആ സമയത്തും ഉമ്മൻചാണ്ടി ആരെയും കുറ്റം പറഞ്ഞില്ലെന്ന് രാഹുൽജി ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്ത്യക്ക് പുറത്തുപോയി സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയുന്നതിലും അപമാനപ്പെടുത്തുന്നതിലും സർക്കാരിനെ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം വിമർശിക്കുന്നതിലും മിടുക്കൻ. ഓർക്കണം, വിദേശത്ത് പോയിട്ടാണ് ഈ സ്വഭാവം കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് നേരെ കുറ്റാരോപണങ്ങൾ നടത്തുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ തനിക്ക് ഗുരുവായി കാണുന്നത്? ഒരുപക്ഷെ നന്നായി പ്രഹസനം കാട്ടാൻ പഠിപ്പിച്ച ഗുരുവാണോ ഉമ്മൻചാണ്ടി? അദ്ദേഹം അങ്ങനെ ഒരാളല്ല. ഭാരത് ജോഡോ യാത്രയെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചത് കേട്ടില്ലേ? ഡോക്ടർമാർ വിലക്കിയിട്ടും ഉമ്മൻചാണ്ടി യാത്രയിൽ പങ്കെടുത്തു അത്രേ. രാഹുൽ ഗാന്ധിയുടെ സ്വയം പ്രചാരണ മഹോത്സവത്തിനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു ഈ യാത്ര എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു നേതാവിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അല്ലാതെ പ്രഹസനങ്ങൾ കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സെൽഫി വിപ്ലവകാരിയായ ഒരു നേതാവിനെയല്ല. ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണെന്നും കേരളത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പാരമ്പര്യം തന്നെ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഉമ്മൻചാണ്ടിയെ പോലെ ഒരുപാട് പേരെ വളർത്താനാണ് തങ്ങളുടെ ശ്രമമെന്നും രാഹുൽജി അവകാശപ്പെട്ടു. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെയും നേതാക്കളെയും എത്രത്തോളം പിന്തുണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തരൂരിന്റെ വിഷയമാണ് ഏറ്റവും മുന്നിലുള്ളത്. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പോലും വേണ്ടത്ര ഇടപെടാത്ത ഒരു നേതാവിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ അത് വെറും വായുവിലെ കോട്ടകെട്ടലായി മാത്രമേ തോന്നൂ. നിഷ്ക്രിയത്വം എന്ന രാഹുൽ ബ്രാൻഡിനെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ വാക്കുകൾക്ക് രാഹുൽ ഗാന്ധി എന്ന ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ എന്തായാലും എന്ത് പ്രസക്തിയാണുള്ളതെന്നും പറഞ്ഞു തന്നാൽ കൊള്ളാം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും സ്വന്തം പ്രവർത്തികളിലൂടെ സമൂഹത്തിന് ഒരു മാതൃകയാകാതിരിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരുന്നവരെ ഉറ്റുനോക്കുന്നതായി പറയുന്നത് കേൾക്കുമ്പോൾ ചിരിക്ക് വകയുണ്ടല്ലോ. ക്രൂരമായ രാഷ്ട്രീയ ആക്രമണങ്ങൾക്കിരയായിട്ടും നിർത്താതെയുള്ള നുണകൾ കേട്ടിട്ടും മറ്റൊരാളെ കുറിച്ചും ദേഷ്യത്തോടെ സംസാരിക്കാത്ത ഉമ്മൻചാണ്ടിയെ രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി എത്ര തവണയാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്? കോടതിയിൽ കേസ് പോലും ഉണ്ട്. കേസിൽ നിന്നും വിട്ട് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നില്ല. ഒരുപക്ഷെ ദേഷ്യമില്ലാതെ സംസാരിക്കുന്ന കലയും ഉമ്മൻചാണ്ടിയിൽ നിന്ന് രാഹുൽ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. വിനയാന്വിതനായി കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. ഈ വിശേഷണത്തിന് രാഹുൽ ഗാന്ധിയുമായി എന്ത് ബന്ധമാണുള്ളത്? രാഹുൽ ഗാന്ധിക്ക് ഇത്തരം ഗുണങ്ങളുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു പുതിയ ഗുരുവിന് ആവശ്യമായി വന്നേക്കാം. ഉമ്മൻചാണ്ടി ഒരു വ്യക്തി മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ്. അദ്ദേഹത്തെ പോലെ നിരവധി പേരെ വളർത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ആദ്യം സ്വയം ഒരു നല്ല നേതാവാകാൻ കഴിയണം. അല്ലാതെ വെറും വാചക കസർത്ത് കൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ ഈ അനുസ്മരണ പ്രസംഗം ഒരു രാഷ്ട്രീയ കോമഡി ആയിരുന്നോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.